ഷിരൂരിലെ ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വമുണ്ട്. രാവിലെ തുടങ്ങുമെന്ന് പറഞ്ഞ രക്ഷാദൌത്യത്തിനായി നേവി സംഘം ഇതുവരെ എത്തിയിട്ടില്ല. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം അവിടെ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, എന്തുകൊണ്ടാണ് നേവി സംഘം എത്താത്തത്? ഈ ഒഴുക്ക് സംബന്ധിച്ചൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ലേ? മാധു, ഇത്തരത്തിൽ ഈ നിമിഷം വരെയും നേവി സംഘം ഇവിടെ എത്തിയിട്ടില്ല. രാവിലെ 9 മണിയോടുകൂടി ഇവിടെ എത്തി പരിശോധനകൾ ആരംഭിക്കും എന്നായിരുന്നു ഇന്നലെ കാർവാറിൽ വെച്ച് ചേർന്ന SP-യും ജില്ലാ കളക്ടറടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ അത് അർജുൻ്റെ ലോറിയുടെ ഉടമസ്ഥനായ മനാഫിനും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ തന്നെ നൽകുകയുണ്ടായി. അതേ തുടർന്ന് അവരിന്ന് പുലർച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഷിരൂരിൽ എത്തിച്ചേർന്നു. എന്നാലും ഈ നിമിഷം വരെയും ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നാവികസേനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ വന്നിട്ടില്ല എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ പുഴയിലെ ഒഴുക്ക് താഴ്ന്നു കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ ഒഴുക്ക് ക്രമാതീതമായി കുറഞ്ഞാൽ മാത്രമേ ആളുകൾക്ക് ഇവിടെ ഇറങ്ങി മുങ്ങി പരിശോധന നടത്താൻ അല്ലെങ്കിൽ ഒരു മുങ്ങിത്തപ്പൽ നടത്താൻ കഴിയുള്ളൂ എന്നായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നാവികസേനാ വൃത്തങ്ങളൊക്കെ തന്നെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം, ഏറെ സ്വച്ഛന്തമായി വളരെ പതുക്കെയാണ് നദി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കാറ്റ് അടിച്ച് ചെറിയ കുഞ്ഞോളങ്ങൾ ഉണ്ടാകുന്നു എന്നല്ലാതെ മുൻ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട കുത്തിയൊലിച്ചൊഴുകുന്ന ആരെയും ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പുഴയല്ല ഇപ്പോൾ ഗംഗാവലി പുഴ. ആർക്കും നമ്മൾക്കിപ്പോൾ തന്നെ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ പുഴ ഏറെ ഉയർന്ന പ്രദേശങ്ങളിലൂടെ ഈ ഉയർന്നു നിൽക്കുന്ന എനിക്ക് സമീപം കാണുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഉയരത്തിൽ വരെ പുഴയൊഴുകിയിരുന്നു. അപ്പോൾ ആ പ്രദേശത്തൊക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും സുരക്ഷിതരായി നിൽക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതുപോലും പരിശോധിക്കാതെ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും പരിശോധിക്കാൻ പോലും ഇതുവരെ നാവികസേനയുടെയോ അല്ലെങ്കിൽ മറ്റ് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട അധികൃതരൊന്നും തന്നെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മനാഫ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മനാഫ്, ഉദ്യോഗസ്ഥരെന്താ പറയുന്നത്? ഇപ്പോൾ നേവി എല്ലാ കാര്യത്തിലും റെഡിയായി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നേവിക്ക് പെർമിഷൻ കൊടുക്കണില്ല. നേവിക്ക് വരാൻ നേവിൻ്റെ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേവി ഇപ്പോൾ എത്തും. ആരാ പെർമിഷൻ കൊടുക്കാതെ? എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നത്. കളക്ടറെ വിളിച്ചോ? കളക്ടർ ബിസിയാണെന്നാണ് പറയുന്നത്. ഇവർ യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല. നമ്മൾ തന്നെ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇപ്പം എന്താണ് ഇത്രയും നല്ല കാലാവസ്ഥ കിട്ടിയിട്ട് ഹൈക്കോടതി ഓർഡർ ഉള്ളതാണ് തെരച്ചിൽ തുടരണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അവരും റെഡിയാണ് ഇത് ചെയ്യാൻ. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിൽ അന്ന് മുതലേ സ്റ്റാർട്ടിങ് മുതലേ ഉള്ള ആ ഒരു തന്നെയാണ്. നമ്മൾ വീണ്ടും പരാതി പറയുകയാണെന്ന് പ്രേക്ഷകർ വിചാരിക്കുകയും ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു നിന്നിട്ടുണ്ടെങ്കിൽ ആർക്കായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ദയനീയാവസ്ഥ 3 മനുഷ്യന്മാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ 3 ആൾക്കാരെ എടുത്തു കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു കർണാടക രണ്ടാൾ ഓരോ കർണാടകക്കാരാണല്ലോ. 2 ആൾക്കാരെ അടക്കം അർജുനടക്കം 3 ആൾക്കാരെ എത്രയും പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ട്, സജ്ജീകരണങ്ങളുണ്ട്. ഇനി നേവിനെ ഇറക്കണില്ലെങ്കിൽ ലോക്കൽ ഡൈവേഴ്സ് ഉണ്ട്, ഓരിറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. ആരെയും ഇറക്കാതെ ഇങ്ങനെ നിൽക്കുന്നതിൽ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ, ഇവിടെ ജില്ലാ ഭരണകൂടം എടുക്കുന്ന തീരുമാനങ്ങൾക്ക് പിറകിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ തന്നെ ആരോപണം. ഇത്തരത്തിൽ തന്നെ ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനം അറിഞ്ഞതിന് തൊട്ട് പിറകെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഷിരൂർ ലക്ഷ്യമാക്കി ഇന്നലെ അർദ്ധരാത്രിയോട് കോഴിക്കോട് നിന്ന് തിരിച്ചത്. അവരും ചെറിയൊരു പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ഇത്തരത്തിലുള്ള ആ ഒരു തീരുമാനത്തിന് പിറകിൽ. പക്ഷേ അതൊന്നും തന്നെ ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാധു.